നബിമാരെ കടന്നു വന്നു. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്വഹാബികളുടെ കാലങ്ങ് വെട്ടുകയാ. അല്ലാഹുവേ അവിടുത്തെ കാലങ്ങ് വെട്ടിമുറിച്ചു. ഒരു മരുന്നും കൊടുത്തില്ല, ഒരു മയക്കവും നടത്തിയില്ല. പടച്ചവനെ പച്ചയായ മനുഷ്യന്റെ കാലങ്ങ് വെട്ടിമുറിക്കുകയാ. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ കാലിൽ നിന്ന് രക്തമൊഴുകുകയാ. പടച്ചറപ്പേ മഹാനവറുകളെ നമസ്കാരത്തില അവിടുത്തെ കാല് വെട്ടി മുറിച്ചതറിഞ്ഞില്ല. രക്തമിങ്ങനെ ഒഴുകുകയാണ്, രക്തമിങ്ങനെ ഒഴുകുകയാണ്. തിളപ്പിക്കുകയാ. പടച്ചവനെ രക്തം നിൽക്കാനുള്ള എളുപ്പവഴിയുണ്ടെന്നറിയുമോ? തിളപ്പിക്കുകയാണ്. തിളപ്പിച്ചിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മുറിച്ച കാലുണ്ടല്ലോ, തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കുകയാ. അറിഞ്ഞില്ല ബാപ്പാ. തിളച്ച എണ്ണ കൊണ്ട് വന്ന് കാലിൽ മുക്കിയിട്ട് ആ സ്വഹാബി അവിടെ അറിഞ്ഞില്ല. അവസാനം തന്റെ ശരീരത്തിൽ നിന്ന് രക്തമിങ്ങനെ പോയി തളർന്ന ബോധം കെട്ട് താഴെ വീഴുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനാണ് നിസ്കാരമെന്ന് പറയുന്നത്. ഇതുപോലെ നിസ്കരിക്കുന്നവനാണ് അല്ലാഹു ഈമാനുള്ള മരണം കൊടുക്കാമെന്ന് പറഞ്ഞത്. നിരന്നിരിക്കുന്ന 50, 40, 30 വയസ്സ് മുതൽ പ്രായമുള്ളവര്, 40, 50, 60 വയസ്സ് വരെ പ്രായമുള്ള ബാപ്പാ, നെഞ്ചത്തെ കൈവച്ചിട്ട് നീ ഒന്ന് ചിന്തിക്കോ. നിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു റക്അത്ത് നീ നിസ്കരിച്ചിട്ടുണ്ടോ? 40 കൊല്ലം 50 കൊല്ലം നിസ്കരിച്ച ഇതുപോലെ ഒരു വക്കത്ത് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് പറയാ നിനക്ക് ധൈര്യമുണ്ടോ? അതുകൊണ്ടാ പറഞ്ഞത്, ഉറപ്പിക്കല്ലേ, ഉറപ്പിക്കല്ലേ. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, സഹാബ ചെയ്തു വെച്ചിരിക്കുന്ന സൽക്കർമ്മങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളാരും മെലിയല്ലേ, നിങ്ങളാരും മെലിയല്ലേ. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് എന്റെ നഫ്സിനോടും പറയാൻ പറ്റുന്നത്. പ്രസംഗിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട്, തിരിച്ചു കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട്, നിസ്കരിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട്, ആലിമാണെന്ന് പറഞ്ഞിട്ട്, ഖുർആൻ പഠിച്ചവനാണെന്ന് പറഞ്ഞിട്ട്, ഈമാനോടുകൂടിയേ ഞാൻ മരിക്കൂ എന്ന് ഉറപ്പിക്കല്ലേടാ സിറാജ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരു എളുപ്പവഴി പറഞ്ഞു തരാ. പൈസ ചെലവില്ല, കഷ്ടപ്പാടില്ല, പ്രയാസമില്ല, ഉറക്കമൊഴിയണ്ട. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? എല്ലാരും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവേ സ്വർഗ്ഗം തരണേ അല്ലാ, സമ്പത്ത് തരണേ അല്ലാ, ജോലി തരണേ അല്ലാ, വീട് തരണേ അല്ലാ, മക്കളെ തരണേ അല്ലാ, സ്വാലിഹത്തായ ഇണയെ തരണേ അല്ലാ. എല്ലാരും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എന്തു വേണമെങ്കിലും നിന്റെ റബ്ബിനോട് ചോദിക്കൂ. നിന്റെ റബ്ബാരെന്നറിയോ? എന്ത് ചോദിച്ചാലും തരാൻ കഴിവുള്ളവനാ. അതുകൊണ്ട് സഹോദരാ, എല്ലാം ചോദിച്ചു കഴിയുമ്പോ ഒന്നുകൂടെ ചോദിക്കണേ, അല്ലാഹുവേ, അല്ലാഹുവേ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവിനോട് പറയണം, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബി അലാ ദീനിക, സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവിനോട് നീ ദുആ ചെയ്യണം. അല്ലാഹുവേ, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാ, എന്റെ ഈമാൻ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട 6 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ?
അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ, നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ. അല്ലാഹുവേ അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലവിടെന്ന് പറയുകയാ, മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താ? ജീവിതത്തിൽ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. നമ്മളൊക്കെ ഒരുപാട് പാപം ചെയ്തവരാണ്. കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാട് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈകൊണ്ട് പിടിച്ചത് പാപമാണ്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചതുപോലെ പാപമാണ്. ഓരോ ദിവസവും കോടാനി കോടാനി പാപം ചെയ്യുന്നവരാ. അല്ലാഹുവിന്റെ റസൂലവിടെന്ന് പറയുകയാ, മരണം വരുന്നതിന് മുമ്പ്, അസ്റായിലിനെ കാണുന്നതിന് മുമ്പ്, അസ്റായിലിനെ കാണുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ടേ മരിക്കാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അനസ് റളിയല്ലാഹു തആല അൻഹു അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ, എല്ലാവരും പാപം ചെയ്യുന്നവരാ, പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. ആദമിന്റെ സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാവരും പാപം ചെയ്യുന്നവരാ, പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാവരും പാപം ചെയ്യും, എല്ലാവരും പാപം ചെയ്യുന്നവരാ. എന്തെങ്കിലും ഒരു തെറ്റ് ജീവിതം, എല്ലാവരും ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നവരാ, തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാവരും ജീവിതത്തിൽ പാപം ചെയ്യുന്നവരാ. പക്ഷേ പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവൻ തൗബ ചെയ്യുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കള്ളു കുടിച്ചോ പേടിക്കണ്ട, വ്യഭിചരിച്ചോ പേടിക്കണ്ട, പലിശ തിന്നോ പേടിക്കണ്ട, നീ എന്ത് ചെയ്താലും പേടിക്കണ്ട. നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നിനക്കൊരു പേടി വേണ്ട. എന്തിനാ നീ ഭയപ്പെടുന്നേ? ഒരു സ്വഹാബി, ഒരു ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ ഒരു തെറ്റ് ചെയ്തു, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങി, പിന്നെയും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? നിങ്ങൾ ആരെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കള്ളുകുടിക്കുന്ന സ്വഭാവമുണ്ടോ? അവൻ അള്ളാഹുവിന്റെ മുന്നിൽ പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ കള്ളുകുടിക്കില്ല അല്ലാ. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഒരുത്തം വിളിക്കുന്നു, അളിയബാ ഫ്രീ ആയിട്ട് മേടിച്ചു തരാം, പോയി കുടിച്ചു, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. പിന്നെയും കുടിച്ചു, പിന്നെയും തൗബ ചെയ്യണം, പിന്നെയും കുടിച്ചു, പിന്നെയും തൗബ ചെയ്യണം, പിന്നെയും കുടിച്ചു, പിന്നെയും തൗബ ചെയ്യണം. ഏതുവരെ? ഏതുവരെ? ഇബ്ലീസ് തന്നെ പറയണം, ഇനി ഇവനെ കുടിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് തോറ്റു മാറുന്നത് വരെ നീ തൗബ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശൈത്താൻ തന്നെ പറയണം, ഇനി ഇവനെ പിഴപ്പിച്ചിട്ട് കാര്യമില്ല. അതങ്ങനെ അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരിക്കൽ പള്ളി കയറി പോകുമ്പോ സുബഹിക്ക് പള്ളി വെച്ച് കാണുന്ന ഒരു രംഗം, സുബഹിക്ക് പള്ളിയിൽ വെച്ച് കാണുന്ന ഒരു രംഗം, ഉറങ്ങിക്കിടക്കുന്ന ഒരു ഒരു മനുഷ്യന്റെ അടുക്ക പോയിട്ട് ഇബ്ലീസ് പോയിട്ട് പറയുന്നുടാ, മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. ഉറങ്ങിക്കിടക്കുന്ന ഒരു പള്ളിക്കകത്ത് കിടന്ന് ഉറങ്ങുന്ന ഒരാളെ പോയിട്ട് ഇബ്ലീസ് വിളിച്ചിട്ട് പറയുന്ന, എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്ഭുതമായി. കാരണം ശൈത്താൻ ഒരാളെ നിസ്കരിക്കാൻ വിടത്തില്ലല്ലോ, നേരെ തിരിച്ചല്ലേ ചെയ്യാ. അപ്പൊ ചോദിച്ചു, എന്തിനാ നീ പോയി വിളിച്ചുകൊണ്ടെത്തിയത്? ആ സമയത്ത് ഇബ്ലീസ് പറയും, ഇന്നലെ ഞാൻ ഇവനെ ഉറക്കി, ഇന്നലെ ഇവനെ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാതെ ഉറക്കി. ഇവനാണെങ്കിൽ ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹിനോട് തൗബ ചെയ്യുകയും ഒരുപാട് നിസ്കരിക്കുകയും ഒരുപാട് ഖുർആൻ ഓതുകയും ചെയ്തു. അത് നിസ്കരിക്കാത്ത ഇവനെ ഉറക്കിയത് കൊണ്ടല്ലേ. അപ്പൊ ഏറ്റവും നല്ലത് ഇവൻ നിസ്കരിക്കുവാണെങ്കിൽ അത് മാത്രമല്ലേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് വിളിച്ചു വിട്ടേ. ശൈത്താൻ അങ്ങനെ നമ്മളെ കൊണ്ട് നല്ല കാര്യം ചെയ്യാൻ അവൻ സമ്മതിക്കൂല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസ് തന്നെ തോക്കണം. ഇവന്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് തോറ്റു പോകുന്നത് വരെ തൗബ ചെയ്യണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു പേടിയും വേണ്ട, ഒരു ഭയവും വേണ്ട. എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹ് പുറത്തു തരും. അതാ അള്ളാഹ്.
കള്ളുകുടിയൻ പുറത്തു കൊടുത്തില്ലേ? എത്രയോ കൊലപാതകൾക്ക് 100 കൊല ചെയ്ത ഒരു ചങ്ങാതി. നിങ്ങൾ ചരിത്രം പഠിച്ചവരല്ലേ? 99 പേരെ കൊന്നപ്പോഴാ ഓന് ബോധം വന്നേ, അല്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ, 99 പേരെ ഞാൻ കൊന്നല്ലോ, അല്ല വലിയ വിഷമം തോന്നി. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചങ്ങാതി വരുന്നു, ഒരു കാക്ക വരുന്നു, കാക്ക ഞാൻ 99 പേരെ കൊന്നു, അല്ല എനിക്ക് പുറത്തു തരുവോ? പോടാ മാറി, അല്ല നിനക്ക് പുറത്തു തരൂല, കൊലപാതകി. നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 ഉദാഹരണം ഇതിനകത്തുണ്ട്, പഠിച്ചോ. 99 പേരെ കൊന്നിട്ട് പോകുമ്പോ റോഡിൽ കൂടെ വരുന്ന കാക്കാടുത്ത് ചോദിച്ചു, കാക്ക ഞാൻ 99 പേരെ കൊന്നു, അല്ല എനിക്ക് പുറത്തു തരുമോ? ഓൻ പറഞ്ഞു, പോടാ മാറി, പൊരുത്തപ്പെടൂല, അല്ല പുറത്തു തരൂല. എന്നാ പിന്നെ 100 തികച്ചു, ഓനെ കൂടെ കൊന്നു, 100 ആക്കി. അവനെയും കൂടെ കൊന്നിട്ട് മുന്നോട്ട് നടന്നു പോയപ്പോ ഒരു ഉസ്താദ് വരിക. ഉസ്താദും മനസ്സിലുണ്ട്, മദ്രസയിലും പള്ളിയിലും കോളേജിൽ പോയി കിടന്ന് 10-11 വർഷം കഷ്ടപ്പെട്ട് കിതാബ് പഠിച്ച ഉസ്താദും ബുക്കിൽ നിന്ന് പഠിച്ചവനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കിക്കുക. യൂട്യൂബിൽ കയറിയിട്ട് ഹദീസ് പഠിച്ചവനും പള്ളിയിൽ പോയി തഫ്സീർ നോക്കി ഖുർആൻ പഠിച്ചവനും അർത്ഥം പഠിച്ചവനും ഹദീസ് ബുഖാരി മുസ്ലിം ഒക്കെ ഓതി പഠിച്ചവനും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചോ? ഇന്നലെ എവിടെന്നെങ്കിലും പോയി കുളിച്ച് ഇത്തിരി താടിയായിട്ട് ചാടിക്കേറി വന്നിട്ട് പറയുന്നവനല്ല. ഈ 100 പേരെ കൊന്നിട്ട് പോകുന്ന മനുഷ്യൻ ഒരു ഉസ്താദിനെ കണ്ടപ്പോ ചോദിച്ചു, ഞാൻ 100 പേരെ കൊന്നു, വരുന്ന വഴി 99 ഒരുത്തനെ പിടിച്ചു, അവനെയും കൊന്നു, 100 തികച്ചിട്ടാ ഞാൻ വരണേ, അല്ല എനിക്ക് പുറത്തു തരുവോ? നീ എത്ര എണ്ണത്തിനെ കൊന്നാലും അല്ല പുറത്തു തരൂടാ. അതാ ആലിം, അതാ മനസ്സിലാക്കണ്ടേ. അവനോട് പറഞ്ഞു കൊടുത്തു, നിനക്ക് അല്ല പുറത്തു തരും, നീ പേടിക്കണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ആ മനുഷ്യൻ അള്ളാഹു സ്വർഗം കൊടുത്തത് പോലും വളരെ ഐഡിയപരമായിട്ടാണ് അള്ളാഹു സ്വർഗം കൊടുത്തത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആർക്കും അല്ല പുറത്തു തരും, അല്ല കരുണയുള്ളവനാണ്, അള്ളാഹു ഗഫൂറ. ഒരു ഉദാഹരണം ഞാൻ പറയാം, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ചരിത്രം ഞാൻ പറയാം. എന്തിനാ നിങ്ങൾ പേടിക്കണേ? നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നേ? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യം, മഹാനായ ഇമാമുന ശാഫി റളിയല്ലാഹു തആല അൻഹു ഒരു ചരിത്രം പറയുകയാണ്. ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു ഒരു ചരിത്രം പറയുന്നു. ഒരിക്കൽ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ വീട്ടിലേക്ക് കയറി വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ വീടിനകത്ത് കയറി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തിനാ ഉമർ നീ കരയണേ? എന്തിനാ നീ കരയണേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്നു നബിയെ, അവന്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ കരഞ്ഞതാണ്. ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്നു, അവന്റെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ കരഞ്ഞതാണ്. ആരാ പറയണ? ഉമർ. സാധാരണ ആളല്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് പോലും അത്ഭുതമായി പോയി. കാരണം കൊച്ചുകുട്ടികൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോ ഉമ്മമാര് പറയുന്നു, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു എന്ന്. പേടിച്ച് തിന്നും മക്കൾ. ചോറ് തിന്നാതിരിക്കുന്ന മക്കളോട് പറയുന്നു, ഉമർ വരുന്നെന്ന് പറഞ്ഞാൽ മതി. ഖത്താബിന്റെ മകൻ ഉമർ വരുന്നെന്ന് പറഞ്ഞാ ഉറങ്ങാതെ കിടക്കണ കുട്ടി പോലും കിടന്നുറങ്ങും. കരയണ കുഞ്ഞു വരെ കരച്ചിൽ നിർത്തും, അത്രയ്ക്കും പേടിയാ ഉമറിനെ. ഉമർ വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും വരത്തില്ല. അതാ ഉമർ. ഉമർ റളിയല്ലാഹു തആല അൻഹു വരുന്ന വഴി കൂടെ ഇബ്ലീസ് പേടിക്കണമെങ്കിൽ ആരെന്ന് അരിച്ചിക്കേ? ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ് പറയുന്നത്, നബിയേ, ഒരു ചെറുപ്പക്കാരൻ കരയുന്നത് കണ്ടിട്ട് കരഞ്ഞതാ. റസൂലുള്ളാഹിക്ക് അവനൊന്ന് കാണാൻ തോന്നി, ഇനി വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ കരയണം? എന്താ സംഭവം? എന്താ? നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിക്കും, കഫം പൊതിക്കും, എല്ലാത്തിനും ഞാനായിരിക്കും മുന്നിൽ. അവസാനം മയ്യത്ത് കൊണ്ടുപോയി പള്ളിപ്പറമ്പിലെ കബറിൽ ഇറക്കി വെച്ച് മയ്യത്തടക്കിയിട്ട് എല്ലാവരും പോകും, ഞാൻ അവിടെ നിൽക്കും. അവസാനം എല്ലാവരും പോയി കഴിയുമ്പോൾ ആ കബറിന്റെ മുകളിൽ ഒരു അടയാളം വെച്ചിട്ട് ഞാനും പോകും. രാത്രിയായി കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് പോയി ആ കബറു മാന്തി അതിനകത്തിറങ്ങി ആ മനുഷ്യൻ ധരിച്ചിരിക്കുന്ന കഫൻ തുണി ഞാൻ അഴിച്ചെടുക്കും. കള്ളനാണ്. ആ കഫൻ തുണികൾ മുഴുവനും അടിച്ചെടുത്ത് പഴയതുപോലെ മണ്ണിട്ട് മൂടിയിട്ട് ഞാൻ നേരെ പോകും. വീട്ടിൽ കൊണ്ടുപോയി കഴുകി ശുദ്ധമാക്കി കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസയിലാണ് ഞാൻ ജീവിക്കണേ. എന്റെ നാട്ടിലെ ഖബർസ്ഥാനി കിടക്കണ ഏകദേശമുള്ള ഖബറാളികൾ മുഴുവനും നഗ്നരാ. അവരുടെ കഫൻ തുണി മൂട്ടിച്ച കള്ളനാ ഞാൻ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ല നിനക്ക് പുറത്തു തരും, നീ പൊക്കോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ല നിനക്ക് പുറത്തു തരും, നീ പൊക്കോ. ഇല്ല നബിയെ, പിന്നെയും കരയാ. ഈ ചെറുപ്പക്കാരൻ പിന്നെയും വല്ലാതെ കിടന്ന് നിലവിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക്
എനിക്കല്ലാഹു പുറത്തു തരൂല, എനിക്കല്ലാഹു പുറത്തു തരൂല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പാപി ഞാനാ. എന്നെ പോലെ പാപം ചെയ്ത ഒരു മനുഷ്യന് നീ ദുനിയാവിലുണ്ടാകില്ല. ഞാൻ അത്രയും വലിയ പാപിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കിടന്ന് അതാ മണ്ണുവാരിയിട്ട് തലയിലിട്ട് കൊണ്ട് നിലവിളിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ ചെയ്ത പാപമെന്താ? യാ റസൂലല്ലാഹ്, എന്റെ നാട്ടിലൊരു പെണ്ണു മരിച്ചു നബിയേ. വിളക്കത്തിന്റെ നെരുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, അവള് മരണപ്പെടുകയാണ്. അവളുടെ മയ്യത്തതാ കഫൻ പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു. പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കൊണ്ടുപോയി കബറടക്കിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോയപ്പോ ഞാനും പടയാളം വെച്ച് പിരിഞ്ഞു പോയി. അതിരാത്രി എല്ലാ ദിവസവും പോകുന്നതുപോലെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് മണ്ണുകൾ വെട്ടിമാറ്റി പലകയെടുത്ത് മാറ്റി കബറിന്റെ അകത്തിറങ്ങിയിട്ട് ആ പെണ്ണിന്റെ ശരീരത്തിൽ കിടക്കുന്ന കഫൻ തുണി ഞാൻ അടിച്ചെടുത്ത് നബിയേ. ഓരോ കഫൻ തുണികളും അവിടെ അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ കബറിന്റെ മുകളിൽ കയറി മണ്ണിട്ട് മൂടിയിട്ട് അതാ മീസാങ്കല്ലുകളെ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ ഖബർസ്ഥാനിലൂടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോ യാ റസൂലല്ലാഹ്, ഖബറിന്റെ അകത്ത് നൂൽബന്ധം പോലുമില്ലാതെ ഒരു തുണ്ട് വസ്ത്രം പോലുമില്ലാതെ നഗ്നയായി കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്കവളോട് മോഹം തോന്നി നബിയേ. രണ്ടാമതും ഖബറിന്റെ ചാരത്ത് പോവുകയാ, രണ്ടാമതും ഖബറിന്റെ ചാരത്ത് പോവുകയാ. പടച്ചവനെ പലകയെടുത്ത് മാറ്റി മണ്ണിട്ട് മാറി മണ്ണുകൾ മാറ്റിയിട്ട് ഖബറിന്റെ അകത്തിറങ്ങുകയാ. ഖബറിന്റെ അകത്ത് കിടക്കുന്ന നഗ്നയായി കിടക്കുന്ന മയ്യത്തിന് ഞാൻ വ്യഭിചരിച്ചു നബിയേ. മൃഗങ്ങളെ ബോധം കൊണ്ടു വീടോ, മൃഗങ്ങളെ പിടന്ന് താഴെ വീടോ. അല്ലാഹുവിന്റെ റസൂല് തളർന്നു പോയി, അല്ലാഹുവിന്റെ റസൂല് തളർന്നു വീണുപോയി. പ്രവാചകന്റെ കൈകാലുകളെ വിറയ്ക്കുകയാണ്, കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. എന്തൊരു പാവമല്ലോ, എന്തൊരു പാവമല്ലോ. മയ്യത്തിനെ ഖബറിന്റെ അകത്തിട്ട് വ്യഭിചരിച്ച ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ് ഫഹല്ലി മിനത് തൗബ, എനിക്കല്ല പുറത്തു തരുമോ, എനിക്കല്ല പുറത്തു തരുമോ? ചെറുപ്പക്കാരാ, ഇതുപോലെ പാപമൊന്നും നീ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലല്ലോ. അല്ലല്ലോ പെങ്ങളെ, ഇതുപോലെ വലിയ പാപമൊന്നും നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലല്ലോ. ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? യാ ഇബാദിയല്ലദീന അശ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. പാപം ചെയ്തവരോടല്ല പറയുകയാ, നബിയേ പറഞ്ഞു കൊടുക്കുന്നതിയേ, പറഞ്ഞു കൊടുക്കുന്നതിയേ. എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോട് പറയാ, എന്നോടും ഏറ്റു പറയാ, എന്നോടും പശ്ചാത്തപിച്ച് മടങ്ങാറ് എന്നോട് പറയാ. നബിയേ ഗഫൂറാണ് നബിയേ, റഹീമാണ് നബിയേ. എത്ര വലിയ പാപം ചെയ്താലും പടച്ചറബ് പുറത്തു തരാൻ കഴിവുള്ളവരാ. അതുകൊണ്ട് പെങ്ങളേ ആരോട് പറയണേ, ആരോട് പറയണേ, മരിക്കുന്നതിന് മുൻപ് തൗബ ചെയ്തിട്ടേ മരിക്കാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. ഏതുവരെ സമയമുണ്ടെന്നറിയോ, ഏതുവരെ സമയമുണ്ടെന്നറിയുമോ? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. ഈ തൊണ്ടക്കുടിയിലേക്ക് റൂഹെത്തുന്ന സമയം വരെ, ഈ തൊണ്ടക്കുടിയിലേക്ക് റൂഹെത്തുന്ന സമയം വരെ നിനക്ക്
നിനക്ക് തൗബ ചെയ്യാ സമയമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നാളെ തൗബ ചെയ്യാ, നാളെ നന്നാകാ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നേക്ക് മാറ്റിവെക്കുന്ന വാപ്പാ മരണം എപ്പോഴാ വരുന്നതെന്ന് നിനക്കറിയില്ലല്ലോ, സമയം കിട്ടണമെന്നില്ലല്ലോ, തൗബ ചെയ്യാ സമയം കിട്ടണമെന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, ഉറങ്ങുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ ചെയ്തിട്ട് ഉറങ്ങാവൂ. ഉറങ്ങുന്നതിന് മുമ്പ് 6 കാര്യങ്ങൾ എഴുതി വെക്കണം, 6 കാര്യങ്ങൾ ചെയ്യണം. ഇത് ചെയ്യാതെ ഉറങ്ങല്ലേ. അതിലെ ഒരു കാര്യം എന്തെന്നറിയോ, തൗബ ചെയ്യാതെ ഉറങ്ങല്ലേ, തൗബ ചെയ്യാതെ ഉറങ്ങരുത്. കാരണം എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. മരണം പ്രവചിക്കാൻ ഇന്ന സമയത്താണ് നാം മരിക്കുന്നതെന്ന് പറയാ ഒരാൾക്കും കഴിയില്ലല്ലോ. അടയാളം പറയാനല്ലേ കഴിയൂ. മഹാനായ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലല്ലോ, ആ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനത്തെ ആയത്തെടുത്ത് നോക്കൂ. അല്ലാഹു പറയുകയാ, 5 രഹസ്യങ്ങളുണ്ട്, 5 കാര്യങ്ങളുണ്ട്. അത് അല്ലാഹുവിന് മാത്രമേ അറിയൂ, അല്ലാഹുവിന് മാത്രമേ അറിയൂ. ഈ പ്രപഞ്ചത്തിലൊരു മഖ്ലൂഖിനും അത് അറിയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ സൂറത്തുൽ ലുഖ്മാൻ, 5 കാര്യങ്ങൾ അല്ലാഹുവല്ലാതെ വേറെ ആർക്കും അറിയില്ല. ഈ ലോകത്ത് ഒരു നബിക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല ഈ 5 കാര്യം. 1, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. ഖുർആൻ ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറഞ്ഞതാണ്. അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, ലോകം എപ്പോഴാണ് അവസാനിക്കുന്നത് ആർക്കാ പറയാൻ പറ്റുക? നമുക്കറിയാം, ഹദീസുകൾ എടുത്തു നോക്ക്, വെള്ളിയാഴ്ച ദിവസമാണ് ലോകം അവസാനിക്കുന്നത്. അടയാളം പറയാനേ പറ്റൂ, വെള്ളിയാഴ്ചയാണെന്നേ പറയാൻ പറ്റൂ. ഏതു വർഷം, ഏതു മാസം, എത്രാമത്തെ വെള്ളിയാഴ്ച, അത് അല്ലാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2, വയുനസ്സിലുൽ ഗൈസ, എപ്പോഴാ മഴ പെയ്യുക, മഴ എപ്പോഴാ പെയ്യ, അത് അല്ലാഹുക്കേ അറിയൂ. പന്തലിട്ടിട്ട് വെറുതെ ഇരിക്കാം, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മഴ എപ്പോഴാ പെയ്യ, അത് അല്ലാഹുക്കേ അറിയത്തുള്ളൂ. എപ്പോഴാണ് മഴ പെയ്യുന്നത്, പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനേ നോക്കികൾക്ക് അറിയത്തുള്ളൂ. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനല്ലാതെ ഇന്ന സമയത്ത് കണ്ടിട്ടില്ലേ? ഇവിടുന്ന് കരുനാഗപ്പള്ളി വരെ പോയി നോക്കിക്കേ, ഓച്ചിറ വരെ പോയി നോക്കിക്കേ, പോകുന്നതിനിടയിൽ നമ്മുടെ റേഷൻ കടയിൽ മണ്ണെണ്ണ കൊടുക്കുന്നത് പോലെ മഴ അല്ല കൊടുക്കണേ. ഇങ്ങോട്ട് അങ്ങോട്ടുണ്ട് അങ്ങനെ. എടാ, മഴ എപ്പോഴാ പെയ്യുന്നതെന്ന് പറയാൻ അല്ലാഹുക്കേ കഴിയൂ, വേറെ ആർക്കും കഴിയില്ല. 3, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വയഅലമു മാ ഫിൽ അർഹാം, ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ, കൈയുണ്ടോ കണ്ണുണ്ടോ കാലുണ്ടോ തലയുണ്ടോ, ആർക്കേ അറിയൂ? അല്ലാഹുക്കേ അറിയൂ. 3 മാസം കഴിഞ്ഞിട്ടല്ലേ, സ്കാൻ ചെയ്തിട്ടല്ലേ ഡോക്ടർക്ക് അറിയാൻ പറ്റും. സ്കാൻ ചെയ്തതിന് ശേഷമല്ലേ ഡോക്ടർ, അതിന് മുമ്പ് അറിയാൻ പറ്റത്തില്ലല്ലോ. ഏതെങ്കിലും ഒരു ശക്തിക്ക് പറ്റൂ ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറയാൻ? ഇല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ഒരു ജ്യോതിഷൻ, എന്താണ് ജ്യോതിഷം നോക്കുന്നതൊക്കെ എന്താ പറയാ, എന്താ പറയാ, കബഡി തിരക്കുന്ന ആൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണം പറ. എടാ, നിനക്ക് നാളെ സിറാജിന് നാളെ എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ ഏതെങ്കിലും കബഡിക്ക് പറ്റുമോ? ഇപ്പൊ ഈ അടുത്ത് എവിടെയോ ഞാൻ കണ്ടു, ഇസ്ലാമിക ജ്യോതിശാലയിൽ. അല്ലാഹ് പറച്ചവനും കാലം പോയ പോക്കെ. നിന്റെ സമയം പറയാൻ ഈ ലോകത്ത് അല്ലാഹുക്കേ കഴിയത്തുള്ളൂ മോനെ. ഞാൻ പറഞ്ഞുതരാം, നിന്റെ സമയം വാ. എടാ, ഈ സമയം നോക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ. പടച്ചവനെ കൂടെ ഒത്ര ഉണ്ട്, മുട്ട കുഴിച്ചിട്ടു, തകിട് കുഴിച്ചിട്ടു, നിന്റെ തലയ്ക്കകത്ത് അത് കുഴിച്ചിട്ടു, ഇതും പറഞ്ഞുകൊണ്ട് നടക്കാം. ഉസ്താദെ, വീട്ടിലെന്തോ കുഴപ്പമുണ്ട് ഉസ്താദെ, ആകെ പ്രശ്നം ഉസ്താദ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. നീ മുട്ടയും കുഴിച്ചിട്ട് നടക്കത്തേ ഉള്ളൂ നിന്റെ ജീവിതം, അതങ്ങനെ തന്നെ പോകും. അല്ലാഹയെ ഒന്നും ആർക്കും വിശ്വാസമില്ല. എടാ, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, ഈ പൂജാരിമാരെയും ഇങ്ങനെയുള്ള ജ്യോതിഷൊക്കെ നോക്കുന്ന ആൾക്കാരെ കാണാൻ പോണ താത്താമാരൊക്കെ കേട്ടോ, 40 ദിവസം നിന്റെ ഇബാദത്തും നിന്റെ ദുആയിക്കും ഉത്തരമുണ്ടാകില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. കാണാൻ പോയാൽ മതി.
സമയം നോക്കാൻ പോയിട്ടുണ്ടോ? 40 ദിവസത്തേക്ക് നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കില്ല. സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദ, നാളത്തെ കാര്യം അല്ലാഹുക്ക് അറിയും. 5 എപ്പ എവിടെ വെച്ച് മരിക്കും, ഞാൻ എപ്പ എവിടെ വെച്ച് മരിക്കൂ എന്ന് പറയാൻ ഈ ലോകത്ത് ആർക്കെങ്കിലും പറ്റുമോ? എന്നാൽ അല്ലാഹു ആദരിച്ചവർ, അല്ലാഹു ബഹുമാനിച്ചവർ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അടയാളങ്ങളുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അടയാളമുണ്ട്. മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് വളാഞ്ചേരിയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം. വലിയൊരു മഹാനായിരുന്നു, വലിയായിരുന്നു. മരിക്കുന്നതിന്റെ അന്ന് രാവിലെ തനിക്ക് കൊടുക്കാനുള്ള അവസാനത്തെ കോളേജിന്റെ കടവും സർവ്വതും എഴുതി വെച്ചിട്ടാ പോയ. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. മഹാനായ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പാറന്നൂർ ഉസ്താദ് എന്ന് പറയും, വയനാട് പോകുന്നവർക്കറിയാം. കൊടുവള്ളിയിൽ പാറന്നൂർ സമസ്തയുടെ മുൻ ട്രഷറായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ മകൻ, ഇന്ന് CM മക്കാമിൽ അദ്ദേഹത്തിന്റെ മകനാണ് അവിടുത്തെ ഖതീബ്. അദ്ദേഹത്തിന്റെ സ്മരണിക വായിച്ചു നോക്കുമ്പോ അറിയാം. ഇവിടെ നിന്ന് പറയാ, ഒരു ദിവസം വീടിന്റെ പരിസരമൊക്കെ വൃത്തിയാക്കുന്നു. ഇപ്പൊ ചോദിച്ചു, എന്താപ്പാ മക്കൾ ചോദിച്ചു, എന്തേ വാപ്പ കല്യാണം വല്ലതും ഉണ്ടോ, വീടൊക്കെ വൃത്തിയാക്കുന്നു? ചുമ്മാതി ചോദിച്ചു. നാളെ മനസ്സിലാകും. ഇപ്പൊ എന്തിനാ നമ്മളിപ്പോ സമസ്തയിലേക്ക് പോകണത്? എന്നിട്ട് പോട്ടെ. എന്റെ വൈഫിന്റെ പിതാവ്, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ സ്വന്തം വൈഫ് ഒരു ഉസ്താദ്, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം ഒരു 3 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു, ഞങ്ങളിങ്ങനെ വീട്ടില് ബ്രോസർ വലിയ ഇഷ്ടമാണ്. ഇപ്പം 2 കിഡ്നിയും പോയ ആളാണ്. ഇവിടുന്ന് ജമാഅത്തിന്റെ മുൻ പ്രസിഡന്റാണ്. പറഞ്ഞു, ആരോ ഒരു സഹോദരൻ കിഡ്നി സംബന്ധമായ രോഗത്തിൽ വളരെ പ്രയാസത്തിൽ, അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ, ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഭക്ഷണം ബ്രോസ്റ്റർ വേണം. അപ്പൊ പറഞ്ഞു, വയ്യ, എനിക്ക് സുഖമില്ല. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് തിന്നു വാപ്പ. അങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, മരണത്തിന്റെ അടയാളങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇതുണ്ടോ, എല്ല് തൊലിയിൽ നിന്ന് വിട്ടുകഴിഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴൊന്നും മരിക്കത്തൊന്നുമില്ല. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ ചില വാക്കുകൾ, എന്റെ വാപ്പ കുത്തി നടക്കുന്ന ഒരു കമ്പ ഉപ്പായും കുത്തി നടന്നിരുന്നു. ഇത് 3-4 ദിവസം കഴിയുമ്പോൾ നീ എടുത്തോളാൻ പറഞ്ഞു. എന്റെ മോളെ നല്ലതുപോലെ നോക്കിക്കൊള്ളണം. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചാൽ അടുത്ത വക്കത്തിന് മുമ്പ് നീ ഉണ്ടെങ്കിൽ കബറടക്കിയേക്കണം. ഇപ്പോഴും പറയുമായിരുന്നു, കടുവാപ്പള്ളിക്ക് പോയിട്ട് കഫൻ തുണി വാങ്ങണം. കാരണം വീടിനവിടെയുള്ള കടകളിലുള്ള കഫൻ തുണിക്ക് നീളം കുറവാണ്. അദ്ദേഹം മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ ബൈക്ക് എടുത്തിട്ട് എല്ലാ മക്കളുടെ വീട്ടിലും മോന്റെ കൂടെ വന്ന് കയറി ഇറങ്ങിപ്പോയി. പതിവില്ലാതെ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാങ്കിൽ പോയി പൈസ എടുത്തിട്ട് വരാം, ലോക്ക്ഡൌണിന്റെ സമയമാണ്. അപ്പൊ ചോദിച്ചു, എന്തിനാ? നീ പോയി എടുത്തിട്ട് വാ. നിർബന്ധിച്ചു പറഞ്ഞു വിട്ടു. സത്യം പറഞ്ഞ അന്ന് വഴക്ക. നിർബന്ധിച്ചു പറഞ്ഞു വിട്ടു, പോയി പഠിച്ചിട്ട് വരാൻ. എത്ര രൂപ വേണം? പോയി 10,000 രൂപ. അപ്പൊ ഉമ്മ ചോദിച്ചു, എന്തിനാ 10,000 രൂപ? പോയി എടുത്തിട്ട് വാ. അന്ന് ബാങ്കിൽ പോയി 10,000 രൂപ എടുത്തിട്ട് വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു. അന്ന് 10,000 രൂപ എന്തിനാ എടുപ്പിച്ചെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായി, അദ്ദേഹത്തിന്റെ മയ്യത്തുമായി, മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെലവഴിക്കാനായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. പതിവില്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യയോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ ഇരിക്കാൻ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അല്ലാഹുവേ, പോയി കുളിച്ചു, ഒളുവെടുത്തു, തിരിച്ചു കയറി വന്നവരൊക്കെ അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകും. എല്ലാം പറഞ്ഞുറപ്പിച്ചതുപോലെ. സത്യം പറഞ്ഞാൽ, ഞാൻ പത്തനാപുരത്ത് വൈഫുമായിട്ട് വണ്ടിയിൽ പോകുമ്പോൾ പെട്ടെന്ന് എന്തോ മനസ്സിൽ തോന്നി. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. ചുമ്മാ പറഞ്ഞു, മോനെ, വാപ്പായ്ക്ക് വയ്യ, പെട്ടെന്ന് വരാൻ. ളുഹറിന് അസറിന്റെ തൊട്ടു മുമ്പ് മരിച്ചു. മഗ്രിബിന് ബാങ്ക് വിളിച്ചപ്പോൾ ഞാൻ മയ്യത്തെടുത്തു. കാരണം ആ പറഞ്ഞ വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു, അടുത്ത വക്കത്തിന് മുമ്പ്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു ഇഷ്ടപ്പെട്ട ചില വ്യക്തികൾക്ക് അവരുടെ മരണം അടുക്കുമ്പോൾ അറിയാം. സമയം അറിയില്ലെങ്കിലും അടയാളങ്ങൾ അറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ മരണം അറിയണമെങ്കിലും നിങ്ങളുടെ പലരുടെയും മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെയും മരണം അടുത്തു. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. മരണത്തിന് അടയാളമുണ്ട്, ഇല്ല എന്നാരും പറയരുത്. മരണത്തിന് അടയാളമുണ്ട്. 3 അടയാളങ്ങളാ മുഫസ്സിരീങ്ങൾ പറയുന്നത്, പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര അടയാളം? ഒന്നാമത്തെ അടയാളം എന്താ? സിയാദക്കായ്ക്ക് സമയമായിട്ടുണ്ട്. നിങ്ങൾ ബിരിയാണി കടയില്ലേ? നിങ്ങൾക്ക് സമയമായിട്ടുണ്ട്. പള്ളിയിലെ ഖതീബിന് സമയമായിട്ടുണ്ട്. എല്ലാവർക്കും ആയിട്ടുണ്ട്. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. നിങ്ങൾ ചിരിക്കയില്ലേ? നിങ്ങൾ ചിരിക്കുക. നീ നാളെ പോയിട്ട് കുഴി വെട്ടിയിട്ടോ, നിനക്കും പോകാൻ സമയമായിട്ടുണ്ട്. മരണം അടുത്തു എന്നതിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയൂ? ബയാദു ശഅരിക ബഅദ സവാദി. തലയിലും താടിയിലെയും മുടിയിലെ ഏതെങ്കിലും ഒരെണ്ണം നരച്ചിട്ടുണ്ടെങ്കിൽ,
തലമുടിയും താടിയൊക്കെ നോക്കണം, മുടി നോക്കണം. ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നീ വാങ്ങിച്ചോ കഫൻ തുണി. പറ്റുമെങ്കിൽ നീ തന്നെ പോയി കുഴിച്ചോ, പള്ളിയിൽ ഒരു കുഴി നിന്നെ കുഴിച്ചിടാനുള്ളത്. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എത്ര മുടി നരയ്ക്കണം? ഒരെണ്ണം. നീ തെരഞ്ഞു നോക്കണം കറുത്തത് എവിടെങ്കിലും ഉണ്ടോ. കാരണം സർവ്വതും നരച്ചു, സർവ്വതും നരച്ചു. 50-60 വയസ്സുള്ള വാപ്പ ക്ലീൻ ഷേവ. എന്തിനാ ഉപ്പ ഷേവ് ചെയ്തിരിക്കണേ? അത് നരച്ചതിട്ടുണ്ടൊക്കെ പെയിന്റ് അടിച്ചിട്ട് നടക്കല്ലേ പലരും. എന്തേ ഉപ്പ നീ ചിന്തിക്കാത്തത്? അടയാളം വന്നില്ലേ? മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായിരിക്കുമ്പോൾ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് മുതൽ നിനക്കൊരു ജോലിയുണ്ട്. എന്താ ജോലി? ഞാൻ ചിരിക്കുന്നത് കണ്ടാ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം ഉമറെ മരിക്കൂ എന്ന് പറയാൻ. അത്രേ ഉള്ളൂ. ജോലിക്ക് നിർത്തി. ഞാൻ മരിക്കൂ എന്ന് പറയാൻ വേണ്ടി തന്നെ ജോലിക്ക് നിർത്തി. ഒരു ദിവസം ഓനെ വിളിച്ചിട്ട് പറയാ, എന്നാ നിനക്ക് തരാനുള്ള ശമ്പളമൊക്കെ ഇതാ, നിന്നെ ജോലി ഇന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. ആ മനുഷ്യൻ ചോദിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ പിരിച്ചുവിടണേ? അല്ല, നിന്റെ ജോലി മരണത്തെ ഓർമ്മപ്പെടുത്തലായിരുന്നു. ഇനി എനിക്ക് ഓർമ്മിപ്പിക്കാൻ ആള് വേണ്ട. എന്റെ താടിയിലെ ഒരു രോമം നരച്ചു, ഇതെന്നെ ഓർമ്മപ്പെടുത്തു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ 17 മുടിയെ നരച്ചിട്ടുണ്ടായിരുന്നല്ലോ വഫാത്താകുമ്പോൾ. 17 മുടി. നമ്മൾ ചിന്തിക്ക്, നമ്മുടെ സർവ്വതും നരച്ചു വാപ്പ റളിയല്ലാഹു തആല അൻഹു. അത്രയും വലിയ സാധാരണ ആളൊന്നുമല്ല. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞത് ഉമറിനെ കുറിച്ച് പഠിക്കണമെന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു, ഇന്ന് ഞാൻ പള്ളിയിൽ ജുമാ നിസ്കരിക്കുമ്പോൾ ജമാഅത്തിന്റെ പരിപാലന സമിതിക്കൊക്കെ പഠിക്കാൻ, പള്ളി പരിപാലിക്കുന്നവരൊക്കെ പഠിക്കണം. അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കുന്നവർ മുഴുവനും പഠിക്കേണ്ട ചരിത്രം ഉമർ തങ്ങളുടെ ചരിത്രമാണ്. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുക, അങ്ങനെ തന്നെ പറയാം, അങ്ങനെ ചിന്തിക്ക്. കമ്മിറ്റി ഓഫീസിനകത്ത് ഉമർ തങ്ങൾ ഇരിക്കുമ്പോ ഒരാള് കടന്നു വന്നു, കുടുംബക്കാരനാ. ഒരാള് കടന്നു വന്നിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് വന്നിരുന്നപ്പോ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം കണച്ചുകളഞ്ഞു ഉമർ തങ്ങൾ. താൻ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം കണച്ചു. അപ്പൊ ഈ വന്ന മനുഷ്യൻ ചോദിച്ചു, എന്തിനാ അപ്പൊ ഈ വിളക്കണച്ചേ? അപ്പൊ പറഞ്ഞു, ഇത് ബൈത്തുൽ മാലിന്റെ എണ്ണയാണ്, ഇത് ബൈത്തുൽ മാലിന്റെ എണ്ണയാ, ഇത് പൊതുജനങ്ങളുടേതാണ്. നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോ ഈ വിളക്ക് കത്തിച്ചു വെച്ചാ ഈ എണ്ണയുടെ കണക്ക് ഞാൻ അള്ളാഹിനോട് പറയേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കെ പറന്ന കാക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ പള്ളി കമ്മിറ്റിക്കാരൊക്കെ ഇത് പഠിക്കണ്ട. ഉമർ തങ്ങളുടെ മകൻ ഒരു ദിവസം വീട്ടിൽ കയറി വന്നപ്പോ എണ്ണ തേച്ചിരിക്കുന്ന തലയിൽ. ഉമർ തങ്ങളുടെ മകന്റെ തലയിൽ എണ്ണ കണ്ടപ്പോ വാപ്പ ചോദിച്ചു, ഇത് എവിടുന്ന് കിട്ടിയടാ? ഇത് എവിടുന്ന് കിട്ടി? പാപ്പ ജനങ്ങൾക്ക് സെയ്ത്തെണ്ണ കൊടുത്തപ്പോ, റേഷൻ കടയിൽ മണ്ണെണ്ണ കൊടുക്കൂല, എങ്ങനെ കരുത്. സെയ്ത്തെണ്ണ ജനങ്ങൾക്ക് കോരി കൊടുക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഇത്തിരി ആയി. അവസാനം ആ പാത്രത്തിലും കയ്യിൽ ഇത്തിരി ഉണ്ടായിരുന്നു. അത് തലയിൽ തുടച്ചതാ വാപ്പ. ആ കയ്യിലായ എണ്ണ ഞാൻ എന്റെ തലയിൽ തേച്ചതാ. ഉമർ തങ്ങളെ കിട്ടി ദേഷ്യപ്പെടുക, അല്ലാഹുവേ ബൈത്തുൽ മാലിന്റെ എണ്ണ നീ തേച്ചോ? അന്ന് വീട്ടിലേക്ക് എടുത്ത എണ്ണ എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, പകരം ഇത് കൊണ്ടുപോയി പാപങ്ങൾക്ക് കൊടുക്കാൻ. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ആലിക്കത. ഉമർ തങ്ങൾ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. ഒരു ദിവസം രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു വീടിനകത്ത് ഒരു ഉമ്മയും മകളും കൂടെ തല്ലുകൂടുകയാണ്. ഉമ്മ പറയുന്നു, പാലില് വെള്ളം ഒഴിക്കാൻ. അപ്പോ ഞാൻ ഒഴിക്കൂല, ഉമർ തങ്ങൾ ഉമറാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പൊ ഉമ്മ ചോദിച്ചു, ഉമർ ഇത് കാണുന്നില്ലല്ലോ, നമ്മുടെ വീടിനകത്ത് പാലിനകത്ത് വെള്ളം ഒഴിക്കണത് ഉമർ എങ്ങനെ അറിയാനാ? ഉമർ തങ്ങൾ വീടിന്റെ വെളിയിൽ നിന്ന് കേൾക്ക. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, ഉമർ എങ്ങനെ അറിയാനാ? ഉമർ കാണുന്നില്ലല്ലോ, നീ ഒഴിക്കാൻ. ഉമർ കണ്ടില്ലെങ്കിൽ അള്ള കാണുന്നുണ്ടല്ലോ, അള്ള കാണുന്നുണ്ടല്ലോ ഉമ്മ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ വീട്ടിന്റെ മുമ്പിൽ നിന്ന് തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ ആ വീട്ടിൽ വന്ന് എന്തിനെന്നറിയോ? ആ പെണ്ണിനെ പെണ്ണിയോദിക്കാനാ വന്നത്, എന്റെ പൊന്നുമോന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. രാവിലെ വന്നിട്ട് പറയാ, എന്റെ മകനെ കെട്ടിച്ചു തരുമെന്ന് ചോദിക്കണം ആ പെണ്ണ്. കാരണം എന്ത്? ദീൻ, അള്ളാഹിനെ പേടി. 2 ദിവസം മുമ്പ് കാസർഗോഡ് ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയി 125 പവനുമായിട്ട്. കല്യാണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോ, കല്യാണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോ ഒരു പെണ്ണ് ഒളിച്ചോടി പോയി. ഒക്കെ പോണെങ്കിൽ നേരത്തെ പോരായിരുന്നു. കല്യാണത്തിന് മുമ്പ് പോയാൽ 125 പവൻ കിട്ടില്ലല്ലോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വളരെ ഐഡിയപരമായിട്ടാണ് ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ എത്ര വലിയ പാപം ചെയ്താലും അള്ള കരുണയുള്ളവനെ പറഞ്ഞാൽ മതി, പുറത്തുതരും. അള്ളാഹു പുറത്തുതരുമാറാകട്ടെ. പക്ഷെ എങ്ങനെ പറയണം?
എങ്ങനാ തൗബ ചെയ്യേണ്ടത്? നമ്മളൊക്കെ ചെയ്യാറുണ്ട്, അല്ലാഹ് പുറത്ത്, അല്ലാഹ് പുറത്ത്, അല്ലാഹ് പുറത്ത്, അല്ലാഹ് പുറത്ത്, അല്ലാഹ്. ഇതന്നെ നമ്മൾ പറയുന്നുണ്ട്. സത്യത്തിൽ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? അതിന് നിലവിളിക്കൊന്നും വേണ്ട. ഒരു ചങ്ങാതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ ഒരു ഒരാൾ ഇങ്ങനെ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ പാപം വിളിച്ചു കൂവല, പടച്ചോനെ 4 പേര് കേൾക്കണ്ടേ, വിളിച്ചു കൂവ. ഒരു സഹാബി എടുത്ത് പറഞ്ഞു, ആ ചങ്ങാതി എടുത്ത് പോയിട്ട് പറയാൻ, അവൻ വിളിക്കണ അല്ലാഹ്ക്ക് ചെവി കേൾക്കുമെന്ന് പോയി പറയാൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിലവിളിയിലൊന്നും കാര്യമില്ല സഹോദര. നിലവിളിയോ അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടു പോകലോ അല്ല, പറയുന്നത് ഒരു വാക്കാണെങ്കിലും ഇഖ്ലാസോട്. സുബ്ഹാനല്ലാഹ്, 11 മണി കഴിഞ്ഞു റബ്ബേ, അല്ലാഹു പുറത്തിരുമാറാകട്ടെ. എത്ര മണിയായി? നിങ്ങൾ എന്താ മിണ്ടാഞ്ഞേ? 11 മണിയായിട്ട് നിങ്ങൾ ആരും മിണ്ടിയില്ലല്ലോ. പടച്ചവനെ, അല്ലാഹു നമുക്ക് പുറത്തിരുമാറാകട്ടെ. ആദം നബി അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് നിസ്കരിക്കാത്തതിന്റെ പേരിലല്ല, പറഞ്ഞ വാക്ക് പാലിക്കാത്തതിന്റെ പേരിലാണ്. ഞാൻ 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞതാ. എനിക്ക് തല്ലുകൊല്ലാൻ വയ്യ അല്ലാഹ് അടുത്തുനിന്ന്. അല്ലാഹു പുറത്തിരുമാറാകട്ടെ. പറയണോ നിർത്തണോ? ഇത് പറഞ്ഞ് ഈ ഒരെണ്ണം പറഞ്ഞങ്ങ് നിർത്താം. ഒരു 15 മിനിറ്റ് ഇരിക്കുമോ? കൈപൊക്കി പടച്ച. ഇവിടെ പിരിവുണ്ടോ പ്രസിഡന്റ്? പിരിവുണ്ടോ? പിരിവുണ്ടോ? പേടിക്കണ്ട, ആരും എഴുന്നേറ്റ് പോകണ്ട, ഞാൻ പിരിക്കാനൊന്നുമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പ്രസിഡന്റിന് വലിയൊരു ആഗ്രഹമുണ്ട്, ഇവിടെ ഒരു ഓഡിറ്റോറിയം പണിയണം ഈ സ്ഥലത്ത്. അൽഹംദുലില്ലാഹ്. നിങ്ങളോട് പൈസ വെച്ചാൽ എനിക്ക് സങ്കടം തോന്നും. കാരണം ഓരോ മനുഷ്യന്റെ വീട്ടിൽ, ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന പായിപ്പാട് പള്ളിയാണ്, ആ പള്ളിയുടെ പിരിവിന് വേണ്ടി പോകുമ്പോൾ ഓരോ പണക്കാരന്മാർ പറയുന്ന സങ്കടം കേൾക്കുമ്പോൾ പാവ അങ്ങോട്ട് 500 കൊടുക്കാനാ തോന്നണേ. ഓന്റെ വീടിന്റെ മുന്നിൽ നിരത്തിയിട്ടിരിക്കുന്ന കാറ്, കുറച്ചൊരു എത്ര വണ്ടിയെന്നറിയോ, കോടികളുടെ വീട് വെച്ചിട്ടുണ്ട്. ഓൻ ഇങ്ങനെ പറയാ, കച്ചവടമില്ല, കൊറോണയാണ്, ആകെ പ്രയാസമാണ്. പടച്ചവനെ, പാവപ്പെട്ടവന്റെ വീടിന്റെ അലമാരിക്കകത്ത് 10 ലക്ഷം ഇരിപ്പുണ്ട്. അവനാ പറയണ, ഒന്നുമില്ല ഉസ്താദെ, ഒന്നുമില്ല ഉസ്താദെ, നിന്നെ അല്ലാഹു ഒന്നും ഇല്ലാതാക്കി കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ, കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് എന്താ എനിക്ക് ഇത്തിരി ഗ്ലാമർ കൂടിയോ സൗന്ദര്യം കൂടിയോ എന്ന് നമ്മൾ പോലും പറയരുതെന്ന. നമ്മുടെ മുഖം നോക്കിയിട്ട് നമ്മൾ പോലും അങ്ങനെ പറയരുതെന്ന. കാരണം നിന്റെ നാവും നിന്റെ കണ്ണിന്റെയും വില എന്താന്ന് ആർക്കറിയാനാ? ചില ആൾക്കാര് വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ ഒരു കൊല ഇങ്ങനെ കൊലച്ച് നിൽക്കുക. എന്തൊരു കൊലയാ അല്ലാഹ് ഇത്. പറഞ്ഞത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തില് ഒരു സഹാബി ഇട്ടിരുന്ന വസ്ത്രം ഇങ്ങനെ ഊരിയപ്പോ ഒരു സഹാബി പറഞ്ഞു, എന്തൊരു ആരോഗ്യ അല്ലാഹ്, നല്ല ബോഡിയാന്ന് പറയില്ലേ, എന്താ ബോഡിയാ അല്ലാഹ്. ചക്ക വെട്ടിയിട്ടതുപോലെ ഈ സഹാബി താഴെ വീണു. ഇങ്ങനെന്ന് പറഞ്ഞതേ ഉള്ളൂ, അപ്പൊ തന്നെ താഴെ വീണു. അവസാനം പൊക്കിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി പ്രവാചകൻ ഒതുവെടുത്ത വെള്ളം അങ്ങോട്ട് കുടഞ്ഞപ്പോ ഈ ചങ്ങാതിക്ക് ബോധം വന്നു. അപ്പോഴാ പറഞ്ഞേ, അൽ ഐനു ഹഖ്കുൻ, കണ്ണീർ സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചില ആൾക്കാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പടച്ചവനെ, വല്ലാത്ത അനുഭവമാണ് എനിക്കറിയുന്നത്. ഞാനിങ്ങനെ വണ്ടി ഓടിക്കുമ്പോ, ഞാൻ വേറൊരാളുടെ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുമ്പോ എന്റെ വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ ഉസ്താദ് ഏത് വണ്ടി എടുത്താലും ആരെങ്കിലും കൊണ്ടിടിക്കുമെന്ന്. ഞാനിങ്ങനെ വരുമ്പോ എന്റെ ജീവിതത്തില് വണ്ടി ഓടിച്ച് വരുമ്പോ, കാരണം അന്ന് എവിടെയോ അത്യാവശ്യമായിട്ട് എത്തണം, അപ്പൊ അങ്ങ് കാസർഗോഡ് നിന്ന് വരിക. അപ്പോ ഒരു സഹോദരൻ പറഞ്ഞു, ഈ ഉസ്താദ് എന്ന് വണ്ടി എടുത്താൽ ആ വേറൊരു ഉസ്താദിന്റെ വണ്ടിയെ ഓടിക്കണം. ആ ഉസ്താദിന്റെ വണ്ടി ആദ്യം എടുത്തോണ്ട് പോകുമ്പോ ആരെങ്കിലും കൊണ്ടിടിക്കും. അതുകൊണ്ടൊന്ന് പതുക്കെ പോണ ഉസ്താദ്, സൂക്ഷിക്കണേന്ന്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഒരു വളവ് തിരിഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഒരു വീടിന്റെ മതിൽ മറിച്ച് കളഞ്ഞു. എത്ര ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അത് എങ്ങനെ ഇടിച്ചത്. പിന്നെ പാതിരാത്രി ആയതുകൊണ്ട് എല്ലാവരും കൂടെ വണ്ടി പൊക്കി ബിസ്മില്ലാ പോയി. അത് പോട്ടെ. അന്ന് ഞാൻ പറഞ്ഞു, ഈ ചെറുപ്പക്കാരന്റെ നാവ് സൂക്ഷിക്കണമെന്ന്. അവനൊരു പുതിയ കട തുടങ്ങിയിട്ട് കടയ്ക്കകത്ത് ഗ്ലാസ് വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞു, എന്തോ ഇതെങ്ങാനും താഴെ വീണ് പൊട്ടിയ ഭയങ്കര നഷ്ടമാണെന്ന്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് താഴെ വീണ് പൊട്ടി. ആ ചങ്ങാതി അപ്പോഴെ രക്ഷപ്പെട്ട് കഴിഞ്ഞു. ചിലര്, ഞാൻ അവനെ കുറ്റം പറഞ്ഞല്ല, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ, ഞാൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കണ്ണീർ സൂക്ഷിക്കണമെന്ന്. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ, മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, ഞാൻ ഒരിക്കൽ രാവിലെ സുബഹിക്ക് ഉസ്താദിന്റെ അടുക്ക പോയി. അപ്പൊ ഒരു ഉസ്താദ് തന്റെ മകനുമായിട്ട് അടുത്തു വന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ പറഞ്ഞു, ഉസ്താദെ, ഭയങ്കര കുരുത്തക്കേടാ ഉസ്താദെ, ദുആ ചെയ്യ്. പാപ്പയാ പറയണേ, ഉസ്താദ് ഇവന് ഭയങ്കര കുരുത്തക്കേടാണ്, ഒന്ന് ദുആ ചെയ്യ് ഉസ്താദെ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, നിങ്ങളുടെ നാവ് കൊണ്ട് അങ്ങനെ പറയരുത്.
വാപ്പ തന്റെ നാവ് കൊണ്ട് ഇവൻ ഗുരുത്തം കെട്ടവനായി, ഇവൻ പറഞ്ഞാൽ അനുസരിക്കാത്തവനായി എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ അങ്ങനെ പറയുമ്പോ അള്ളാന്റെ മലക്ക് ആമീൻ പറഞ്ഞ അവൻ അങ്ങനെ ആയിപ്പോവും. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മള് പറയണത്, നമ്മള് മോനെ വിളിക്കണേടാ ശൈത്താനെന്നാ, നമ്മളെ ശൈത്താനെന്ന് വിളിക്കണേ. നിങ്ങൾ ചിന്തിക്കു സഹോദര, ഞാൻ പറഞ്ഞത് കയ്യിൽ വെച്ചിട്ട് ഇല്ല 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 എന്ന് പറയുമ്പോ ആ മലക്കെങ്ങാണ് ആമീൻ പറഞ്ഞാൽ ഇല്ലാതായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്യുമ്പോ ഒരുപാട് പറയണമെന്നില്ല, ഒരു വാക്ക് പറഞ്ഞാൽ മതി. പറയുന്നത് ഇഖ്ലാസ് വേണം. പറയുന്നത് ചെറുതാണെങ്കിലും അതിലൊരു ആത്മാർത്ഥതയുണ്ടെങ്കിലും പടച്ചവനെ തൗബ സ്വീകരിക്കുകയാണ്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയുടെ മുന്നിൽ ജനങ്ങൾ മുഴുവനും കടന്നു വരികയാണ്. നബിയേ, വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമാണ്, മഴയില്ലാത്തത് കാരണം കുടിക്കാൻ വെള്ളമില്ല നബിയേ, വല്ലാത്ത ക്ഷാമമാണ് നബിയേ, വലിയ പ്രയാസമാണ് നബിയേ, മൃഗങ്ങൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ല, വല്ലാത്ത ക്ഷാമമാണ്. എല്ലാവരും മൂസാ നബിയുടെ മുന്നിൽ വന്ന് പറയുകയാ. മൂസാ നബി പറഞ്ഞു, ജനങ്ങൾ മുഴുവനും ഒരു ദിവസം ഒരുമിച്ചുകൂടാ. അങ്ങനെ ഒരു ദിവസം പറഞ്ഞു പിരിഞ്ഞു. അങ്ങനെ ഒരു ദിവസം പടച്ചവനെ നാട്ടുകാർ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഇന്നലെ ഒരുമിച്ച് കൂടുകയാ. എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി. ചരിത്രം പറയുന്നു 70,000 പേരുണ്ടായിരുന്നു. 70,000 പേരുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടി. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയത് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. മഴ തരണേ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. പടച്ചവനെ മൂസാ നബി ദുആ ചെയ്തു, മഴ പെയ്യുന്നില്ല. പിന്നെയും ദുആ ചെയ്തു, മഴ തരണേ അല്ലാഹ്. അതാ മറുപടി വരുന്നു. മുഖറബുൽ അമുലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. മൂസാ നബിയേ, അല്ലാഹു മഴ തരില്ല നബിയേ, അല്ലാഹു ദുആ സ്വീകരിക്കില്ല നബിയേ. കാരണമെന്തെന്നറിയുമോ? അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ ഇടയില് 40 കൊല്ലമായിട്ട് 40 വർഷമായിട്ട് അല്ലാഹുവിനെ മറന്നു നടക്കുന്ന ഒരുത്തരി സദസ്സിലിരിപ്പുണ്ട് നബിയേ. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ അല്ലാഹു തരില്ല നബിയേ. മൂസാ നബിയുടെ മുന്നിലിരിക്കുന്ന 70,000-ഓളം വരുന്ന ജനസാഗരം, അതിനകത്ത് 40 വർഷമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾ ഈ സദസ്സിലിരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യൂല. അല്ലാഹുവേ, മൂസാ നബി അവിടെ നിന്ന് പറയുകയാ. ജനങ്ങൾ മുഴുവനും നോക്കുന്നു, ആരാ? പടച്ചവനെ മറന്നു നടക്കുന്ന ഈ മനുഷ്യനാരാ? അല്ലാഹുവിനെ ധിക്കരിച്ചു നടക്കുന്ന ഈ മനുഷ്യനാരാ? ജനങ്ങൾ മുഴുവനും പരസ്പരം നോക്കുകയാണ്. ആരാണെന്ന് മനസ്സിലാകുന്നില്ല, ആരാണെന്ന് മനസ്സിലാകുന്നില്ല. പടച്ചവനേ, 40 കൊല്ലമായി പടച്ചവനെ മറന്നു നടക്കുന്ന മനുഷ്യനും അത് കേൾക്കുകയാ. അവന് ചിന്തിച്ചു, അല്ലാഹ് എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. അല്ലാഹുവേ, ഞാനിപ്പോ എഴുന്നേറ്റ് പോയാൽ നാട്ടുകാര് മുഴുവനും എന്നെ അറിയുമല്ലോ അല്ലാഹ്, നാണം കെടുമല്ലോ അല്ലാഹ്. എഴുന്നേറ്റ് പോകാതിരുന്ന മഴ അല്ലാഹു തരില്ലല്ലോ. മനുഷ്യനവിടെ ഇരുന്നു കൊണ്ട് ചിന്തിക്കുകയാണ്. ചെയ്തു പോയതോർക്കത്ത് അവിടെ ഇരുന്ന് വേദനിക്കുകയാ. ആരും കാണാതെ അവിടെ ഇരുന്നു കൊണ്ട് തന്റെ കാലിന്റെ മുട്ടിലേക്ക് തന്റെ തലയെന്നെ താഴ്ത്തി വെക്കുകയാ. തന്റെ തലയുണ്ടല്ലോ മുട്ടിലേക്ക് താഴ്ത്തി വെക്കുകയാണ്. എന്നിട്ട് ഈ മനുഷ്യനുണ്ടല്ലോ അവിടെ ഇരുന്നു കൊണ്ട് വിളിക്കുന്നു, പടച്ചറപ്പേ, ചെയ്തത് മുഴുവനും പാപമാണ്, ഇന്നുവരെ ചെയ്തത് മുഴുവനും പാപമാണ്. പടച്ചവനെ, എങ്ങനെയാണ്
തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ലാ. പക്ഷേ ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ, ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ. ചെയ്ത പാപങ്ങൾ മുഴുവൻ ഞാൻ അംഗീകരിക്കുകയാണ് അല്ലാ. ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് പടച്ചവരോട് പറയുകയാ, അവിടെ ഇരുന്നുകൊണ്ട് തൗബ ചെയ്യുകയാ. എന്നിട്ട് പറയുന്നു, നാഥാ എന്റെ തൗബ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. ആ മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് ദുആ ചെയ്യുകയാ. ആകാശത്തിന്റെ വിരിമാറിലേക്ക് കുറച്ചവനെ കാർമേഘം കടന്നു വരികയാണ്. ജനങ്ങൾക്ക് വലിയ സന്തോഷമായി. ആകാശത്തിൽ നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. ജനങ്ങൾ മുഴുവനും ഓടുകയാ. മൂസാ നബി ചിന്തിക്കുന്നു, അല്ലാഹുവേ മഴ പെയ്യില്ല എന്ന് പറഞ്ഞിട്ട് മഴ പെയ്തല്ലോ അല്ലാ. ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ അല്ലാ. പിന്നെ എങ്ങനെയാ മഴ പെയ്തത്? ആ സമയത്ത് പറയുന്നു, മൂസാ നബിയേ ആ മനുഷ്യൻ അവിടെ നിന്ന് തൗബ ചെയ്തപ്പോ അതിന്റെ സന്തോഷത്തിൽ അല്ലാ മഴ കൊടുത്തതാണ് നബിയേ. ഇതിനാണ് വാപ്പാ തൗബ എന്ന് പറയുന്നത്, ഇതിനാണ് പെങ്ങളെ തൗബ എന്ന് പറയുന്നത്. ഇഖ്ലാസ് വേണം, ഇഖ്ലാസ് വേണം, ഇഖ്ലാസ് വേണം. അതുകൊണ്ട് പടച്ച റബ്ബിനോട് പറഞ്ഞു, വെറുതെ തൗബ ചെയ്താ പോരാ, വെറുതെ പറഞ്ഞാ പോരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിലവിളിക്കണമെന്നോ ദുആ ചെയ്യണമെന്നോ പറയുന്നില്ല. പറയുന്നത് ഒരു വാക്കാണെങ്കിലും ഇഖ്ലാസോടുകൂടി പറയൂ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് തൗബയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പുറത്തു കിട്ടാൻ അസ്തഗ്ഫിറുല്ലാഹ് മതി വാപ്പാ. അല്ലാതെ കയ്യിലെ തസ്ബീഹ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവരാ. ഒരൊറ്റ അസ്തഗ്ഫിറുല്ലാഹ് മതി ജീവിതത്തിൽ ചെയ്ത പാപം പൊറുക്കാൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളൊക്കെ പറയാം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ആമിന സുബ്ഹാനോടി വീട്ടിലൊക്കെ എല്ലാവർക്കും അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. പിന്നെന്താടി ഇങ്ങനത്തെ പറച്ചിലല്ല, ഇങ്ങനത്തെ പറച്ചിലല്ല. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് പറയും. പണ്ടൊരു ഉസ്താദ് വയല് പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഉസ്താദെ ഞാൻ ഇങ്ങനെ അന്യ പെണ്ണുങ്ങളൊക്കെ കാണുന്നു ഉസ്താദെ, പെണ്ണുങ്ങളുടെ ഔറത്തൊക്കെ കാണുന്നു, റോഡിലൊക്കെ ഇരിക്കുമ്പോൾ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വരിക, വസ്ത്രം ഔറത്ത് മറക്കാതെ എന്ത് ചെയ്യണം? ഉസ്താദ് പറഞ്ഞു, നീ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി, നീ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി. പിറ്റേ ദിവസം ചെറുപ്പക്കാരിങ്ങനെ പോസ്റ്റിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ ഒരുത്തൻ ഉറക്ക വിളിച്ചു പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ എല്ലാരും ചോദിച്ചു, എവിടെയാടാ പെണ്ണെന്ന്? കാരണം എന്ത്? അതാണ് നമ്മുടെ അസ്തഗ്ഫിറുല്ലാഹ്. അതാണ് നമ്മളതൊക്കെ അങ്ങനെ കാണുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇത് തൗബയാണ്. ഇത് പറഞ്ഞാൽ നിന്റെ പാപം പൊറുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അസ്തഗ്ഫിറുല്ലാഹ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞേ. ഓരോ ദിവസത്തിലും 100 വട്ടം. നീ 100 പറയണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു 10 എണ്ണമെങ്കിലും പറ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയണം, തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം. മരണം വരുന്നതിന് മുമ്പ് പശ്ചാത്തപിച്ചു ഒരുങ്ങിയിരിക്കണം. പണ്ടൊരു മനുഷ്യന്റെ മരണം എടുത്തപ്പോ ഒരാളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വന്നപ്പോ അസ്റായിൽ അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിന്റെ വല്ല ആഗ്രഹവും സാധിച്ചതിന് ശേഷമേ നിന്റെ റൂഹ് പിടിക്കാവൂ എന്ന്. നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ. ആ മനുഷ്യൻ പറഞ്ഞു, അത്രേ 40 കൊല്ലമായി അസ്റായിലെ ഞാൻ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്, 40 വർഷമായിട്ട് നീ എപ്പോഴാ വരുന്നത് എന്ന് പറഞ്ഞ് ഒരുങ്ങിയിരിക്കാൻ ഞാൻ. എനിക്ക് ഒരാഗ്രഹവും ഇല്ല, നീ പിടിച്ചോളാം. ഒന്ന് ആലോചിക്കുക സഹോദര, ഇതിനല്ലേ മരണമെന്ന് പറയുന്നത്. നമുക്ക് മരിക്കാൻ പേടിയാ, നമുക്ക് മരിക്കാൻ പേടിയാ. 2 ദിവസം മുമ്പ് ഞാൻ മംഗലാപുരത്ത് വയലിന് പോയി. മംഗലാപുരത്ത് വയലിന് പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ പോയപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദെ എൻ്റെ വാപ്പായ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ സഹോദരന്റെ വാപ്പ സുജൂദി നിസ്കരിച്ചപ്പോഴാണ് മരിച്ചത്.
നിസ്കരിച്ച് കിടന്നപ്പോൾ മരിച്ചു. 30-40 വർഷക്കാലം പള്ളിയിലെ ഖത്തീബായിരുന്നു. മംഗലാപുരത്ത് വഅദിന് പോയൊരു പള്ളിയിൽ ആ ഉസ്താദ് സുജൂദി കിടന്നിട്ടാ വാപ്പ മരിച്ചേ. എന്തായാലും ഒരു ദിവസം നമ്മളെ തേടി മരണം വരുമല്ലോ വാപ്പ. എന്തുണ്ട് ജീവിതത്തിൽ? എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ? കൊറോണ വന്നിട്ട് 36 വയസ്സുള്ള ഒരു മനുഷ്യൻ, 36 വയസ്സുള്ള ഒരു ഉസ്താദ്, പടച്ചവനെ കൊറോണ വന്നിട്ട് അവസാനം ഡോക്ടർമാരും മരിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞപ്പോ കരയ്യ. അദ്ദേഹം കിടന്ന് കരയുമ്പോ അമുസ്ലിമായ ഡോക്ടർ അടുത്തു പോയി. 2 മക്കളാ സാധുവിന്, 2 മക്കളുണ്ട് ആ പാവപ്പെട്ടവന്. അദ്ദേഹം ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ ഡോക്ടർ വിചാരിച്ചു മരണം അടുത്തിരിക്കുന്നത് കൊണ്ട് കരയായിരിക്കും. അടുത്തു പോയി നിന്നിട്ട് സമാധാനിപ്പിച്ചു. എല്ലാം ദൈവത്തിന്റെ വിധിയല്ലേ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ മാക്സിമം നോക്കി, പറ്റത്തില്ല, ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാ, നിങ്ങൾ കരയരുത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ ആ ഡോക്ടറോട് പറഞ്ഞു കൊടുത്തു, എനിക്കും മരിക്കാൻ പേടിയൊന്നുമില്ല, എനിക്കും മരിക്കാൻ പേടിയൊന്നുമില്ല. എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ അള്ളാഹു എൻ്റെ മരണം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കരയുന്നത് എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളെയോ കുറിച്ച് ഓർത്തിട്ടല്ല, ഞാൻ കരയുന്നത് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ എന്നോർത്തിട്ടാ. ഈ 36-ാമത്തെ വയസ്സിൽ ഞാൻ മരിച്ചു പോകുമ്പോ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, വെറും കൈയോടെ പോകണമല്ലോ. 40, 50, 60 വയസ്സുള്ള വാപ്പ, നിനക്ക് ഇന്ന് വരെ തോന്നിയിട്ടുണ്ടോ നീ ഇന്ന് രാത്രി മരിച്ച നെഞ്ചത്ത് കൈവച്ച് നോക്കുക വാപ്പ, രക്ഷപ്പെടുവോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? എല്ലാം ഇങ്ങനെ നടക്ക, കുറെ തിരിഞ്ഞും സുഖിച്ചും പണമുണ്ടാക്കി ഇങ്ങനെ നടക്ക. എന്തിനാ ഉപ്പ? ആർക്ക് വേണ്ടിയാ? എന്ത് നേട്ടം നിനക്ക്? നീ മരിച്ചാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നാട്ടുകാർ വേണം, നിന്റെ മക്കൾ ഉണ്ടാകില്ല. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ മരിച്ചാ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നിങ്ങളുടെ മക്കൾക്കറിയൂ? ഇല്ല, അതിനും വേറെ ആള് വേണം. പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട്, ഉസ്താദെ ഞാൻ നിസ്കരിക്കാം, ഇതെന്റെ ഉപ്പയാ, ഇതെന്റെ ഉമ്മയാ, നിങ്ങൾ പുറകെ നിൽക്കുന്ന പറയാൻ നിന്റെ മോന് ധൈര്യമുണ്ടോ? 4 തക്ബീർ പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ പറയേണ്ട ദുആയും ദിക്റും പോലും നിന്റെ മോൻ അറിയില്ലല്ലോ. പാപ്പാടെ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് തെറ്റാതെ ഒരു യാസീൻ ഓതാൻ, കാണാതെ ഒരു യാസീൻ ഓതാൻ അറിയോ വാപ്പ? അല്ലാഹുവേ, നമ്മൾ ചിന്തിക്കണം. പല ഖബർസാനുകളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഇടിഞ്ഞു കിടക്കുക പല ഖബറുകളും സങ്കടം തോന്നാറുണ്ട്. ഞാൻ എൻ്റെ ഉപ്പാടെ ഖബറിലേക്ക് ഞാൻ പോകുമ്പോൾ, ഞാനൊന്നുമില്ല, വല്ലപ്പോഴും പത്തനാപുരത്ത് പോകുമ്പോൾ ഞാൻ എൻ്റെ ഉപ്പാടെ ഖബറിൽ പോകും. പള്ളിയുടെ പുറകിലൊരു ഗേറ്റ് ഉണ്ട്, പള്ളിയുടെ ബാക്ക് സൈഡിൽ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ സത്യം പറഞ്ഞ എത്രയോ ഖബറുകൾ ഇടിഞ്ഞു കിടക്കുകയെന്നറിയോ? ആ കാട് പോലും ഒന്ന് പറിച്ചു മാറ്റാൻ. ഞാനപ്പോ ചിന്തിക്കുന്നത് ആരും പോണില്ല എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്കണം നമ്മുടെ ജീവിതം. എന്തേ നമ്മൾ പള്ളിപ്പറമ്പിൽ പോയി ആരാപ്പാ പോണേ? ഇവിടുത്തെ പള്ളിക്കാട്ടിൽ വെള്ളിയാഴ്ച വന്നിട്ട് ഉസ്താദ് സലാം വീട്ടുമ്പോ സലാത്ത് പറയണത് ഓടി നിന്നിട്ട് ആരാ പോവാ? അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്തു വെക്ക്. എപ്പോഴാ മരണം എന്നറിയില്ല. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. മരിക്കുന്നതിനൊരു അന്തസ്സുണ്ട് വാപ്പ. ചിലര് മരിക്കുമ്പോ ഷഹാദത്ത് കലിമ കുടുംബക്കാര് പറഞ്ഞു കൊടുക്കും, അത് പറഞ്ഞിട്ട് മരിക്കും. മറ്റു ചിലര് ഷഹാദത്ത് കലിമ ഓർമ്മയോടുകൂടി പറഞ്ഞിട്ട് മരിക്കും. മറ്റു ചിലര് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കും. മറ്റു ചിലര് അസ്റായിലിന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഷഹാദത്ത് കലിമ, അത് വായിച്ചിട്ട് മരിക്കുന്ന. എന്റെ ഉപ്പ മരണത്തെ കുറിച്ച് നമ്മൾ ആരും ഓർക്കാത്തത്? മരണത്തിനെ കുറിച്ചുള്ള ചിന്ത എത്ര മയ്യത്ത് കണ്ടു വാപ്പ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരാ കരയ? എടാ, ദുആ ചെയ്യുന്ന സമയത്ത് കരയടാ. അള്ളാന്റെ റസൂല് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്തപ്പോ ചെയ്യുന്ന പാപങ്ങൾ, ചെയ്തു പോയ പാപങ്ങൾ, കള്ളുകുടിച്ചത്, വ്യഭിചരിച്ചത്, അല്ലാഹുവേ ഈ പ്രായത്തിൽ എത്ര പാപം ചെയ്ത റബ്ബേ, ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് നീ ഒന്ന് നിനക്ക് കരച്ചില് വരുന്നില്ലേ? നീ അഭിനയിക്ക്, കരയുന്നവനെ പോലെ നീ ഒന്ന് അഭിനയിക്ക്. അതുപോലും ചെയ്യാൻ നമുക്ക് വയ്യല്ലോ. നമ്മൾ ആരെ തോപ്പിക്കാനാ നെഞ്ചും വിരിച്ചിങ്ങനെ നടക്കണ? എന്ത് നേടാനാ ഉപ്പ? എന്തിനാ ഇങ്ങനെ നെഞ്ചും വിരിച്ച് ആസ്വദിച്ച് ഒരൊറ്റ നിമിഷം കൊണ്ട് തീരാനുള്ളതല്ലേ ഉള്ളത്? ഒന്ന് വീണാ പോരെ മോനെ. അപ്പൊ നിന്റെ ഈ വാശിയും വൈരാഗ്യവും ഈ നാട്ടുകാരെ കുറിച്ച് അതും ഇതും പറഞ്ഞ് തമ്മിലടിപ്പിച്ച് നടന്നിട്ട് എന്ത് കിട്ടാനാ? നമ്മൾ പരസ്പരം ശത്രുക്കളാ, കൂടപ്പുറപ്പുകൾ, കുടുംബക്കാർ. ചിരിക്കുമ്പോഴും ഉള്ളിൽ മുഖത്ത് നോക്കി ചിരിക്കുമ്പോഴും ഉള്ളിൽ എന്താ മനുഷ്യ? എടാ, ഒരു പൊരുത്തം ചോദിക്കാൻ പോലും നിനക്കൊന്നും സമയം കിട്ടില്ല.
ഒന്ന് പൊരുത്തപ്പെട്ടതാ, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ച്. നാട്ടുകാരെ കുറിച്ച് എന്തൊക്കെ പറയുന്നറിയും? പച്ച ഇറച്ചി തിന്ന, നടന്ന് തിന്ന. മനുഷ്യന്മാരെ കുറിച്ച് എന്തൊക്കെ പറയുന്നറിയോ? സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കറിയോ, ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഖബറിനകത്ത് കിടന്ന് വ്യഭിചരിച്ച മനുഷ്യൻ അല്ലാഹു പുറത്തു കൊടുത്ത ചരിത്രം പറയുമ്പോൾ ഉമർ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, നബിയെ, അല്ല ഇവന് പുറത്തു കൊടുക്കോ? ഇവൻ മയ്യത്തിനെ വ്യഭിചരിച്ചവൻ അല്ല ഇവന് പുറത്തു കൊടുക്കോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ല ഇവന് പുറത്തു കൊടുക്കും, പക്ഷെ ഇവനെക്കാളും പാപിയുണ്ട്, ഇവനെക്കാളും വലിയ പാപിയുണ്ട്. ആരാ? മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്ന. ഒരു മുസ്ലിമിനെ കുറിച്ച് മറ്റൊരാളെ കുറിച്ച് ചെയ്തതാകട്ടെ ചെയ്യാതെ നീ എന്തിനാടാ പറയണേ? നിനക്ക് എന്ത് അധികാരമുള്ള? ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് നീ ആരാ പറയാൻ? ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് അല്ല എന്നോടല്ലേ ചോദിക്കാൻ, നിന്നോട് ചോദിക്കില്ലല്ലോ. ഒരു മനുഷ്യൻ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ ന്യായം, ഉസ്താദെ അവൻ ചെയ്തിട്ടല്ലേ പറഞ്ഞു, അവൻ ചെയ്തത് പറയാൻ നിനക്കെന്ത് അവകാശപ്പെടാ? ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാഴു നിർത്തുകയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും കേട്ടോ, അവിടെ ഇവിടെ ഇരുന്നിട്ട് ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും ഉസ്താദിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും അപവാദം പറയുന്നവർ, ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ പറയുന്നവര് കേട്ടോ, ഇവിടെ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു നിങ്ങളെല്ലാം അറിഞ്ഞെന്ന് സങ്കല്പിക്കാം. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു നിങ്ങളെല്ലാരും അറിഞ്ഞു. അങ്ങനെ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയി, ഞാൻ അള്ളാന്റെ മുന്നിൽ പടച്ചവൻ എനിക്ക് പുറത്തുതായി എന്ന് പറഞ്ഞു പശ്ചാത്തപിച്ചു, ഞാൻ മടങ്ങി. പിന്നീട് എന്നെങ്കിലും ഞാൻ ഈ നാട്ടിൽ വരുമ്പോ നിങ്ങൾ ആരെങ്കിലും ആ ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ എന്നെ കളിയാക്കിയാൽ, ഞാൻ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ, ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങിയ തെറ്റിന്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും എന്നെ കള്ള എന്ന് വിളിച്ച, ഇവന് പണ്ടിവിടെ പെണ്ണ് പിടിക്കാൻ പോയപ്പോ പിടിച്ചവനാടാ, ഇവൻ കള്ളനാടാ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും എന്നെ കളിയാക്കിയ, വല്ലാഹി നീ എഴുതി വെച്ചോ, നീ മരിക്കുന്നതിന് മുമ്പ് നിന്നെയും നാട്ടുകാരി പിടിച്ച് കെട്ടിയിരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.